കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് ബുധനാഴ്ച പുലർച്ചെയോടെ നൌഷാദ് അലിയുടെ മരണം സംഭവിച്ചത്. ഇതോടെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 10 ഉയർന്നു. അതേസമയം നൌഷാദ് അലിയുടെ മരണം ചികിത്സാ വീഴ്ച മൂലമാണെന്ന ഗുരുതര ആരോപണവുമായി നൌഷാദിന്റെ കുടുംബം രംഗത്തെത്തി. ആരോഗ്യനില വഷളായിട്ടും ഡോക്ടർമാർ എത്താൻ വൈകിയെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. നട്ടെല്ലിന് പരിക്കേറ്റ നൌഷാദ് ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സയിലായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ മറ്റു 2 പേർ കോയമ്പത്തൂരിൽ ചികിത്സയിൽ തുടരുകയാണ്. തലയ്ക്ക് പരിക്കേറ്റ ഷഹദീന്റെ ആരോഗ്യനില ഡോക്ടർമാർ നിരന്തരം നിരീക്ഷിച്ചു വരുന്നുണ്ട്. അപകടത്തിൽ മരിച്ച പാചകത്തൊഴിലാളി സാജിദയുടെ മകനാണ് ഷഹദീൻ. വാൻ ഡ്രൈവറായ ഫായിസിന് നട്ടെല്ലിനാണ് ഗുരുതര പരിക്കേറ്റിട്ടുള്ളത്. പൊള്ളാച്ചിയിൽ നിന്ന് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്ന മസ്നീന്റെ ആരോഗ്യനില തൃപ്തികരമായതോടെ ആശുപത്രി വിട്ടു. കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകുന്നേരം 5:15 പാങ്ങ് പള്ളിപ്പറമ്പ് GLP സ്കൂളിലെ വിനോദയാത്രാ സംഘം സഞ്ചരിച്ച ട്രാവലർ വാൻ വാൽപ്പാറ ചുരത്തിൽ അപകടത്തിൽപ്പെട്ടത്. 13ാം വളവിൽ നിന്ന് നിയന്ത്രണം വിട്ട വാഹനം സംരക്ഷണ ഭിത്തി തകർത്ത് 9ാം വളവിലേക്ക് പതിക്കുകയായിരുന്നു. പ്രധാനാധ്യാപിക അജിത, അധ്യാപകരായ റംല, സുഹറ, ആശ, ഷക്കീല, അബ്ദുൾ മജീദിന്റെ ഭാര്യയും അധ്യാപികയുമായ റുഖിയ, പാചകത്തൊഴിലാളി സാജിദ, വിദ്യാർത്ഥിയായ ഹിഷാം എന്നിവരാണ് സംഭവ ദിവസം തന്നെ മരിച്ചത്. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ നൌഷാദ് അലിയും മരണത്തിന് കീഴടങ്ങിയത്. ചികിത്സയിലുള്ള ശേഷിക്കുന്നവർ ആരോഗ്യത്തോടെ ജീവിതത്തിലേക്ക് തിരിച്ചെത്താൻ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് പാങ്ങ് ഗ്രാമം. ന്യൂസ് ഡെസ്ക് ഈ ചാനൽ. എന്താണ് ബ്രൈഡ്, ഇനി എപ്പോ റെഡിയാവനാ? മരുപൂ പോലെ നിറമേകും MX, വെണ്ണിലാവായെന്നുള്ളാകെ MX. മനസ്സിലുണ്ടോ? MX-ലുണ്ട്. MX വെഡിംഗ് സെന്റർ ഇനി വളാഞ്ചേരിയിലും. MX വെഡിംഗ് സെന്റർ വളാഞ്ചേരി, പട്ടാമ്പി, കൂറ്റനാട്, കൊപ്പം, കേച്ചേരി.